ഒരു കണ്ണീർ കണം മറ്റുള്ളവർക്കായി പൊയ്ക്കവേ ഒതുക്കുകയാണ് ആത്മാവിൽ 1000 സൗരമണ്ഡലം. ഇത് അക്കിത്തത്തിന്റെ മനോഹരമായ വരികൾ. മറ്റുള്ളവർക്ക് വേണ്ടി കണ്ണുനീർ പൊയ്ക്കാൻ, സഹജീവികളോട് സംസാരിക്കാൻ, അവരുടെ വേദനകളിൽ പരാനുഭൂതിയുടെ ആയിരിക്കാൻ, സർവോപരി സ്വന്തം ജീവൻ തന്നെ സമർപ്പിക്കാൻ തയ്യാറായ നമ്മുടെ ദിവ്യ യക്ഷകന്റെ ജന്മത്തിനാളാണ് നാം ക്രിസ്മസ് ആഘോഷിക്കുന്നത്. പ്രിയപ്പെട്ട ശ്രോതാക്കളെ, സ്നേഹം നിറഞ്ഞവരെ, നിങ്ങൾക്കെന്റെ വന്ദനം. സ്നേഹം മനസ്സിനായി ഭൂമിയിൽ ജനിച്ച് അവതരിച്ചതിന്റെ ഓർമ്മയാണ് ഓരോ ക്രിസ്മസും. ദരിദ്രനായി ജനിച്ച്, ദരിദ്രനായി ജീവിച്ച്, ദരിദ്രനായി മരിച്ച യേശു ക്രിസ്തുവിന്റെ ജന്മദിനം ക്രിസ്ത്യാനികൾക്ക് മഹത്തായ സ്നേഹത്തിന്റെയും ത്യാഗത്തിന്റെയും സന്ദേശം പ്രചരിപ്പിക്കാനുള്ള സമയമാണ് ക്രിസ്മസ്. ഭൂമിയിൽ സന്മനസ്സുള്ളവർക്ക് സമാധാനം എന്ന സന്ദേശവുമായി ലോകമെങ്ങും ക്രിസ്മസ് ആഘോഷിക്കുമ്പോൾ അതിന്റെ ചരിത്രവഴിയിലേക്ക് നമുക്കൊന്ന് കണ്ണോടിക്കാം. റോമ സാമ്രാജ്യത്തിൽ ക്രിസ്ത്യ മതം അംഗീകൃതമായത് മൂലമാണ് ക്രിസ്മസ് ആഘോഷിക്കാനുള്ള പ്രചാരം ലഭിച്ചത്. എന്നാൽ ഇന്ന് ക്രിസ്ത്യാനികൾ മാത്രമല്ല, ജാതിമത വർഗ വർണ്ണ വ്യത്യാസമില്ലാതെ ഏവരും ക്രിസ്മസ് ആഘോഷിക്കുന്നു. മഹത്തായ സ്നേഹത്തിന്റെയും ത്യാഗത്തിന്റെയും സന്ദേശം പ്രചരിപ്പിക്കേണ്ട ക്രിസ്മസ് ഇന്ന് ആഘോഷങ്ങളിൽ ഒതുങ്ങി നിൽക്കുമ്പോൾ നാം തിരിച്ചറിയണം നാം എത്തി നിൽക്കുന്നത് എവിടെയാണെന്ന്. അതുകൊണ്ട് നമ്മൾ ആധുനികതയുടെ ആര്യങ്ങളിലേക്കല്ല, പരമയുടെ പുതുമയിലേക്ക് തിരിച്ചടക്കാം. ഈ അവസരത്തിൽ ഈശ്വരന്റെ പാത പിന്തുടർന്നുകൊണ്ടും സ്നേഹത്തിന്റെയും സമാധാനത്തിന്റെയും സന്ദേശം പ്രചരിപ്പിക്കുവാൻ എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ടും എല്ലാവർക്കും ക്രിസ്മസ് മംഗളം നേർന്നുകൊണ്ടും ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം.